ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജീസ് കഫേ. ഇന്ന് നമ്മളൊരു ബംഗാളി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൻ കോഷ, ഒരു നല്ല കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഉപ്പ് ഇടുക, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്തിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ മസാല ഇറങ്ങും. ഇനി നമുക്കൊരു മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഒരു 5-6 ഏലക്ക, പിന്നെ ഒരു 4 സിനമൺ, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, പിന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി. ഇത്രയും നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല മണം വരുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കൂളാക്കാൻ വെക്കുക. കൂളായതിന് ശേഷം നമ്മൾ അത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ കുറച്ച് വെള്ളത്തിൽ ഒരു സ്ലോ ഫ്ലെയിമിൽ 12 വിസിൽ അടുപ്പിക്കുക, കുക്ക് ചെയ്തെടുക്കുക. 12 വിസിലോളം കുക്ക് ചെയ്യണം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാൻ കടുകെണ്ണ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ സാധാരണ ഓയിൽ എടുക്കാം. കടുകെണ്ണ ഉപയോഗിക്കേണ്ടെങ്കിൽ നല്ല സ്മോക്ക് വരുന്നവരെ അത് ഹീറ്റ് ചെയ്യണം. സ്മോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേ ലീഫ് ഇടുക. ഇവിടെ ഞാൻ 1 കിലോ മട്ടണിന് 1/2 കിലോ അനിയൻ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്, അത് കാരമലൈസ് ചെയ്യുന്നതിൻ്റെ. എന്നിട്ട് 1/2 കിലോ അനിയൻ, അതായത് ഒരു 5-6 മീഡിയം സൈസ് അനിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യണം, കാരമലൈസ് ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കണം. ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്താൽ മതി. പിന്നെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യും. പിന്നെ ഒരു 5-6 പച്ചമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ ചതച്ചത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ അനിയൻ നല്ല കാരമലൈസ് ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കുക. ഇത്തിരി സമയം പിടിക്കും കാരമലൈസ് ആവാൻ, വേറെ സോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ അനിയൻ നല്ല കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ വെള്ളത്തോട് കൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് അത് തിളപ്പിച്ചെടുക്കുക, നല്ല തിക്കാവുന്നവരെ. ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ആ മുഴുവൻ മസാല യൂസ് ചെയ്യണം, എന്നാലേ നമ്മൾ ഈ കളറ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ 1 കപ്പ് എടുത്ത്, ശരിക്കും 3 ടേബിൾ സ്പൂൺ കേർഡ് മതി. ഇത് മീറ്റ് സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് സ്മൂത്ത് ആവുന്നവരെ വിസ്ക് ചെയ്തെടുക്കുക. ഇതിൽ ശരിക്കും 3 ടേബിൾ സ്പൂൺ തൈര് മതി. നിങ്ങൾക്ക് നല്ല സ്പൈസി ആൻഡ് നല്ല മസാല ഉള്ള കറി വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതി. അപ്പം നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട്, നല്ല ഗ്രേവി ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എത്ര കേർഡാണോ വേണ്ടത് അത്രയും ആഡ് ചെയ്താൽ മതി. 3 ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിവിടെ 1 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മീറ്റ് നല്ല സോഫ്റ്റ് ആവും. പിന്നെ നല്ല അധികം സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, ഒരു മൈൽഡ് സ്പൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കിയാൽ മതി. കേർഡ് ആഡ് ചെയ്തതിന് ശേഷം അധികം ചൂടാവരുത്, വേഗം തന്നെ ഓഫാക്കുക.
എന്നിട്ട് അവസാനമായിട്ട് കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ബക്രീദിന്. താങ്ക് യു ഫോർ വാച്ചിങ്.